എന്താ? അവളുമാരെ അടിച്ചൊതുക്കാൻ ആവേശത്തോടെ നിന്ന മോള് പെട്ടെന്നാണല്ലോ എല്ലാം അവസാനിപ്പിച്ചു പോയത്. ആരാ മോളെ വിളിച്ചത്? ആരാണെന്ന് പറ. അവനാ ദീപൻ. ദീപനോ? എന്തൊക്കെയാ മോളി പറയുന്നത്? ഈ തിരക്കിനിടയില് അവന്റെ കാര്യം മാത്രം എല്ലാരും മറന്നുപോയി. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. എന്റെ ഊരകത്തമ്മ തിരുവടി, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? അവൻ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ മനസമാധാനം പോയമ്മേ. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പ്രാക്കാ മോളെ, പ്രാക്ക. അവളുമാരെ അറിഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചതാ. അതേപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. പപ്പയെ വിളിക്ക്. ഈ സമയത്തോ? അങ്ങേരിപ്പ കൂട്ടുകാരും ഒത്ത് കുടിച്ച് ലെക്ക് കെട്ട് കിടക്കുകയായിരിക്കും. വിളിച്ചാലും എടുക്കില്ല. ഞാൻ അതിരാവിലെ പോകാം. എന്നിട്ട് നേരിട്ട് അങ്ങേരോട് കാര്യം പറയാം. ഏതായാലും മോളിതൊന്നും പുറത്ത് കാണിക്കണ്ട, പ്രത്യേകിച്ച് ഉണ്ണിയോട്. അതുപോലെ തന്നെ വല്യമ്മ ഇതറിയരുത്. ആരറിയാതിരുന്നാലും അറിയിക്കാൻ അവനുണ്ടല്ലോ. അയ്യോ, എന്തൊരു കാലക്കേടാ ഇത്. അവന് വരാൻ കണ്ട സമയം. ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ. എനിക്ക് എവിടെയെങ്കിലും പോയി ചാകാൻ തോന്നുക. അല്ല, ഇനിയിപ്പൊ ചാകേണ്ട കാര്യമില്ല. അവൻ തന്നെ കൊന്നോളും. അയ്യോ, അങ്ങനെ പറയാതെ മോളെ. അവളുമാരെ എല്ലാം പുറത്താക്കിയിട്ട് വിശാലമായിട്ട് കിടന്നൊന്ന് ഉറങ്ങായിരുന്നു. ഇനി കിടന്ന ഉറക്കം വരുമോ എന്തോ. അവന്റെ മുഖം ഓർക്കുമ്പോ നെഞ്ചിനകത്ത് ഭയം ഉരുണ്ട് കൂടുക. ചേട്ടാ, നല്ല കടുപ്പത്തിലൊരു ചൂട് കട്ടൻ. കഴിക്കാൻ എന്തെങ്കിലും വേണോ സാറേ? വേണ്ട. ഓ, എന്നാ ശരി ചേട്ടാ. അങ്ങനെ പോയാലെങ്ങനാ? പൈസ തന്നില്ലല്ലോ. ചേട്ടന് പൈസ കൊടുക്കാൻ ഒന്ന് കൊടുത്തേക്കടാ. വേണ്ട, തിരിച്ചടിക്കാൻ നോക്കണ്ട. ജയിലിൽ നിന്ന് വരിക, തിരിച്ചിനി അങ്ങോട്ട് പോകാനും മടിയില്ല. കഴിച്ചതിന്റെ പൈസ കൊടുത്തിട്ട് പോടാ. കൊടുത്തേക്കടാ. ബാക്കി വരണ്ട, ചേട്ടൻ വെച്ചോ. പോട്ടെ എന്നാ. പോടാ പോടാ. അവന്മാരെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. അല്ല, സാറെവിടുന്ന്? ഇവിടെ അടുത്തുനിന്നൊക്കെ തന്നെ. അല്ല, ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
ഇനി ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരും. ആ ഇതാ സാർ ചായ. സാറിന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. ഒരു ബുൾസയെങ്കിലും കുരുമുളക് ഇട്ട് തരാം. പൈസ ഒന്നും തരണ്ട. ഓസിനൊന്നും വേണ്ട ഏട്ടാ. ഓ അല്ല, രണ്ടാളും രാവിലെ ഇങ്ങ് പോകുന്നു. പിന്നെ 4 ദിവസം നിന്നിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതോ? അവളുമാരെ പുറത്താക്കിയിട്ട് വന്നാ മതിയെന്ന് പറഞ്ഞവൾക്ക് ഇന്നൊരു മനം മാറ്റം. അതിരാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞു. അങ്ങോട്ട് വിളിച്ച വിജിത മോൾക്കും ആ പഴയ ആവേശമൊന്നുമില്ല. പോകുന്നെങ്കിൽ പോകട്ടെന്നായി. ഒറ്റ രാത്രി കൊണ്ട് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്റെ കരുണ. എന്തു പറ്റിയടി? കർക്കിടകം കഴിഞ്ഞപ്പോഴാ കാലൻ അവതരിച്ചത്. കാലനോ? അവനെ കാലനെന്നോ കഴുകനെന്നോ ഒക്കെ പറയാം. എടി കാര്യം പറയടി, മനുഷ്യന്റെ ക്ഷമ കളയാതെ. പുറത്തിറങ്ങി മനുഷ്യ. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന്. ആര്? ദീപൻ. ഇന്നലെ രാത്രി അവിടെയുള്ളവരെയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങളിങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിന്നപ്പോഴാ മോൾക്ക് അവന്റെ ഫോൺ വന്നത്. സുധേ, ഞാൻ ഈ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. എന്നെ മോളെ ഇവിടെ വിട്ടിട്ടോ? എടി സുധേ, ഇപ്പൊ തന്നെ എന്റെ നെഞ്ചെടുപ്പ് നിന്നു. എന്നോടും മോളോടും അവന് കൂടുതൽ കലി. ഇനി എങ്ങനെ അവനെ മയക്കുമെന്നൊന്ന് ആലോചിക്ക്. പണത്തിലൊന്നും ഒതുങ്ങുന്നവനല്ല. അതാ എനിക്ക് തലവേദന. ഈ വാർത്ത അറിഞ്ഞത് പിന്നെ എനിക്ക് ശ്വാസം നിലച്ചിരിക്കുക. കുറെ കാലമായി അവനെ ജയിലിൽ പോയി കണ്ടിട്ട്. ഇടയ്ക്ക് അവനൊന്ന് ഇറങ്ങുമെന്ന് തോന്നിയപ്പോ വാർഡന്മാരെ സ്വാധീനിച്ച് ജയിലിനകത്ത് അടിപിടി ഉണ്ടാക്കിച്ചത് നിനക്ക് ഓർമ്മയില്ലേടി? അതുകൊണ്ട് ആ ശിക്ഷയുടെ കാലാവധി അവന് കൂടിയത്. ഇപ്പൊ കണ്ണനല്ല നമ്മുടെ ശത്രു, അവനാ. ആ DYSP വിശ്വേട്ടനോട് നിങ്ങൾ വിവരം പറ. എന്തിനും പോന്ന ഒരുത്തൻ അല്ലടി അവൻ. അതുകൊണ്ട് ആരോടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. കുത്തുകൊണ്ടാൽ ആരായാലും തീരും, ഏത് പ്രധാനമന്ത്രി ആയാലും. അവൻ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടിപിടി നീ കല്യാണം നടത്തില്ലായിരുന്നു. ഇനിയിപ്പൊ നടന്നതിനെ പറ്റി പറയാതെ എങ്ങനെയെങ്കിലും അവനെ മെരുക്കാനുള്ള വഴി ആലോചിക്കും മനുഷ്യ. ഇന്നലെ രാത്രി മുതല് നിനക്ക് ഓവർ ടെൻഷനാണല്ലോ. എന്തു പറ്റി? നീ ഇപ്പൊ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത് പവിത്രടുത്തേയും കാർത്തൂനിയാണ്. അപ്പൊ അവരാണ് ഇതുപോലെ ടെൻഷൻ അടിച്ച് മാറിയിരിക്കേണ്ടത്. എപ്പോഴും എല്ലാവരുടെയും മൂഡ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്യാം. എന്റെ മനസ്സിലുള്ളത് ഷെയർ ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഒന്നും ഷെയർ ചെയ്യേണ്ടി വരില്ല ഉണ്ണിയേട്ടാ. നീ എന്താ ആലോചിക്കുന്നത്? എനിക്ക് പറയത്തക്ക ടെൻഷനൊന്നുമില്ല. പിന്നെന്തോ
മനസ്സിനൊരു സുഖമില്ല. പവിത്രടുത്തും കാർത്തും നീ കരുതുന്ന പോലെ അത്ര മോശം ആൾക്കാരൊന്നുമല്ല. അവര് നന്നായി ദൈവത്തെ വിളിക്കുന്നവരാ. അതുകൊണ്ട് അവരോട് മത്സരിക്കാനും വഴക്കിടാനും പോവാതിരിക്കുന്നതാ നല്ലത്. ആ, അങ്ങനൊരു തോന്നല് എനിക്കും ഇല്ലാതില്ല. ആ പാവങ്ങൾ എന്തിനടി അടുക്കള വാതിലിനരികെ കിടത്തുന്നത്? എല്ലാരും പോയല്ലോ, ഇനി അവര് മുറി കിടന്നോട്ടെ. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടു. നിന്റെ അമ്മയും വല്യമ്മയും എന്താ പെട്ടെന്ന് പോയത്? ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇവിടെ കിടന്നിട്ട് ഉറക്കം ശരിയാവുന്നില്ലാന്ന്, അതുകൊണ്ടങ്ങ് പോയതാ. എന്നോട് പോലും ഒന്നും പറയാതെ അങ്ങ് പോയി. പോകുന്ന സമയത്തെ ഉണ്ണീട്ടിന് ഉറക്കായിരുന്നു, അതുകൊണ്ട് ശല്യം ചെയ്യണ്ടെന്ന് കരുതി. ഓ, എന്താ നിന്റെ മുഖത്തൊരു ഭയം? ആരുടെ മെസ്സേജാ വന്നത്? ഒരു ഫ്രണ്ടിന്റെ. ഞാൻ പോയിട്ട് വരാം.
ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ കവാടത്തിന് മുന്നിൽ നീ കാത്തു നിൽക്കുന്ന ഞാൻ കരുതിയത്. അത് ദീപേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിവരം എനിക്കറിയില്ലായിരുന്നു. ആദ്യമൊക്കെ ഒരു നേർച്ചയ്ക്ക് എന്നവണ്ണം നീ വന്നു, പിന്നെ അങ്ങോട്ട് അതും ഇല്ലാതായി. അങ്ങനെയുള്ളപ്പോ ഞാൻ പുറത്തിറങ്ങുന്ന വിവരം നിനക്ക് അറിയാൻ കഴിയില്ലല്ലോ. നെറ്റിയില് സിന്ദൂരമില്ല, കഴുത്തില് താലി. നിന്റെ വരവ് കുറഞ്ഞപ്പോ ഞാൻ കരുതി കെട്ട് കഴിഞ്ഞ് പോയി കാണുന്നു. കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ടോടി? ഇല്ല. അത് പറയാൻ എന്താടി ഒരു ബലക്കുറവ്? കാവിശ്ശേരി കരുണനല്ലേ നിന്റെ അപ്പൻ? അയാള് പുതിയ മരുമകനെ തേടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കുറച്ചുനാള് ഞാൻ ഇവിടെ തന്നെ കാണും. അത് കഴിഞ്ഞ് പോവും. ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ച്. അന്ന് നിന്റെ നെറ്റിയില് സിന്ദൂരം ഉണ്ടാവും, കഴുത്തിലൊരു താലി. അത് കേട്ടപ്പോ നിനക്കെന്തോ ഒരു സന്തോഷമില്ലാത്തത്? ഒരു ജയിൽ പുള്ളിയെ നിന്റെ ഭർത്താവെന്ന് പറയാൻ നാണക്കേടുണ്ടോ? അങ്ങനെ അടിമുടി നാണത്തിൽ പൊതിഞ്ഞു നിൽക്കുമ്പോഴും നീ ഓർക്കണം, ഞാൻ ജയിലിലേക്ക് പോയത് എന്തിനാണെന്ന്, ആർക്ക് വേണ്ടിയാണെന്ന്. ഇപ്പൊ എനിക്ക് ആരുമില്ല. ഉള്ളവരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞു. ഇനി എന്റെ ജീവിതം നീയാണ്, നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതിന് നിന്റെ അച്ഛൻ വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച മുതൽ വേണ്ട. എനിക്കിപ്പോഴും നല്ല ആരോഗ്യമുണ്ട്, നിന്നെ പോറ്റാനുള്ള മനസ്സും. വന്നേക്കണം വിളിക്കുമ്പോ എന്റെ കൂടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കൂടിക്കാഴ്ച ഉണ്ടാവും, ഒന്നിച്ചുള്ള കറക്കവും. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ വീട് തപ്പി നടക്കാം. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. എന്നാ ശരി. കാവിശ്ശേരി കരുണനും സുധാമണിക്കും സുഖാണോടി? കുഴപ്പമില്ല. എന്റെ നെഞ്ചത്ത് കരുണനൊന്ന് ചവിട്ടി. അമ്മായിപ്പനാവാൻ പോകുന്നവനായതുകൊണ്ട് ഒരു കണക്ക് ഞാൻ പറയുന്നില്ല. മകളെ വന്ന് ചോദിക്കുമ്പോ കൂടെ വിട്ടാ മതി.